പലരും എന്നെ ബെന്നി ബ്രോ എന്നാ വിളിക്കുന്നത്. അങ്കിൾ എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ ശരിക്കും? ഞാനിപ്പോ ബ്രോയായി, അങ്കിളായി, ഞാനിപ്പോ എല്ലായി. മറ്റേ ഇടുക്കി ഗോൾഡിലെ കഥാപാത്രം, അതെ, ആ ക്യാരക്ടർ പോലെ തന്നെ കുറെ നാളുകൾ നിൽക്കും. ഇപ്പൊ പലരും എന്നെ ബെന്നി ബ്രോ എന്നാ വിളിക്കുന്നത്. ഒറ്റ പുസ്തകമേ ഉണ്ടാവുള്ളൂ. അതെ, അല്ല അന്ന് അങ്ങനെയാണ്, റപ്പിലാണ് എല്ലാം എഴുതുന്നത്. റബ്ബുക്ക് ഒരു ബുക്കും വെച്ച്, അതാണ് നമ്മൾ വിദ്യാർത്ഥി എന്ന് പറയുന്നതിന്റെ ഒരു അടയാളം. സ്റ്റൈലായിരുന്നു അന്നൊരു തരംഗം. അവര് വലിയ എനിക്കറിയില്ലായിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് അവരെയൊന്നും അറിയില്ലായിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പ്. ഞാൻ അവിടെ വെച്ച് ഞാൻ കേട്ടപ്പോ എന്നോട് പറഞ്ഞു, അജിനൊക്കെ ഭയങ്കര സാറേ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് അവര് പറഞ്ഞു. അപ്പൊ ഞാൻ അജിനോട് ചോദിച്ചോ, നീ ഭയങ്കര സ്റ്റാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നാണം. ഒരു പക്ഷേ എൻ്റെ ചോയ്സ് ചില സമയത്ത് കറക്റ്റ് ആവാറുണ്ട്. ഞാൻ ഒരുപാട് പടങ്ങൾ എനിക്ക് മിസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റാതാവുന്നുണ്ട്. കാരണം ഞങ്ങളെല്ലാം ചിരിച്ച് സന്തോഷിച്ച് യൂണിറ്റൊക്കെ ഫുൾ ഹാപ്പി ആയിരിക്കും. എൻ്റെ സീൻ വരുമ്പോൾ ഞാൻ ഫുൾ വൈബായിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ചർച്ച നടക്കുന്നുണ്ട്, നെസ്ലിനും ഹാഷിറും അടുത്ത തലമുറയിലെ മമ്മൂട്ടിയും മോഹൻലാലും ആയിരിക്കും. അവർക്ക് പകരം അങ്ങനെ ഒരു ആക്ടേഴ്സ് വരുന്നു തോന്നുന്നുണ്ടോ? കമലഹാസനെയും രജനീകാന്തിനെയും ഒക്കെ ഇരുന്നാലും വിജയ് അതിനേക്കാളും പോപ്പുലറാണ്. ഡു യു തിങ്ക് വിജയ് ക്യാൻ റീപ്ലേസ് കമലഹാസൻ, രജനീകാന്ത്? അതിന് ബിറ്റ് ഡബ് ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇത് തൂക്കും, അത് തൂക്കി. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ഒരു കാലത്ത് മലയാള സിനിമയെ പ്രകമ്പനം കൊള്ളിച്ച താരമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇന്ന് വാഴ എന്ന സിനിമയിലൂടെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുടുംബ പ്രേക്ഷകരുടെ ഒരു താരമായി മാറിയിരിക്കുകയാണ് രവീന്ദ്രൻ സാർ. വെൽക്കം ചെയ്യാം. നമസ്കാരം. ഈ ഒരു യോയോ വൈബ് തന്നെ ബെന്നി ബ്രോ അല്ലേ? ആ ക്യാരക്ടർ എന്താ പറയാ, എങ്ങനെയാണ് ഇത്രയും ഒരു കൈയടക്കത്തോടു കൂടി ചെയ്തത്? നമുക്കൊക്കെ ചിരിച്ചൊരു രംഗമാണത്. It came from my inside actually. ഞാനത് ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആസ്വദിച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് അത് പ്രേക്ഷകരിലേക്കും പകരും. അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യുക. ഞാൻ ബേസിക്കലി ഒരു എൻ്റർടൈനറാണ്. അപ്പോൾ ആ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റി വന്നിട്ട് തിയേറ്റർ റോക്കിംഗ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിലേറ്റവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റാറായിട്ടായിരുന്നു എല്ലാവരും അറിയപ്പെടുന്നത് എക്കാലത്തെയും. ഇപ്പം 80s-ലെയും 90s-ലെയായാലും 2000 ഇടുക്കി ഗോൾഡിലായാലും കെട്ടോളാണ് മാലാഖയിലെല്ലാം. പക്ഷെ ഈ സിനിമയിലൂടെ ഞാനൊരു ഫാമിലി ഒരു അഭിനേതാവായിട്ട് മാറിയിരുന്നു. ഫാമിലിയുടെ അത് തന്നെ. കാരണം പപ്പയുടെ സ്വന്തം അപ്പൂസായ സമയത്ത് എന്നെ ഭയങ്കര പേടിയും ദേഷ്യവും ഒക്കെ ആയിരുന്നു. അത് തന്നെ. അങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഞാൻ വാഴ 2-ലൂടെ വന്ന ബെന്നി ബ്രോ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറിയതിൽ അത് ഇങ്ങനെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. 150 കോടി ക്ലബിൽ കയറിയ ഒരു പടത്തില് അല്ല, അത് നമ്മള് അതില് മാക്സിമം ജനം അതിന് ഇത്ര കരഞ്ഞാണ് ജനം ഇറങ്ങുന്നതെങ്കിൽ പോലും അവരെന്നെ വിളിക്കാൻ നേരത്ത് ഭയങ്കര ചിരിയാ, ഓർത്തോർത്ത് ചിരിയാണ്. ആ ഫാമിലി സൈഡ്. അപ്പൊ നമ്മളെ പരിചയമുള്ളവര് നമ്പർ അറിയാവുന്നവര് വിളിച്ചിട്ട് ഉടനെ അവരുടെ ഫാമിലി കൊടുക്കും. അപ്പൊ അവര് ചിരിച്ചുള്ള പറയാ, സാറേ ഇത് ഭയങ്കര എൻജോയ് ചെയ്തു, നമ്മൾ ഭയങ്കര പൊട്ടിച്ചിരി തന്നെയായിരുന്നു. നമ്മൾ ചിലപ്പോൾ സീറ്റിൽ നിന്നൊക്കെ അറിയാതെ ഞങ്ങൾ എണീറ്റിരുന്ന് ചിരിച്ചു പോയി. അവസാനത്തെ കിടപ്പൊക്കെ ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോൾ നമ്മൾ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു വർക്ക്, ഒരു ആക്ടറെ സംബന്ധിച്ചോളം അവൻ ചെയ്ത വർക്ക് ജനങ്ങളെ രസിപ്പിക്കാൻ പറ്റുക, ഒരു ആ ഹ്യൂമർ ശരിക്കും വർക്കൗട്ടാണ്. അത് വലിയൊരു ടഫ് ജോബ് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ഈ ഇടുക്കി ഗോൾഡ് കിളി പോയി തൊട്ടിട്ട് എനിക്ക് യുവാക്കളുടെ ഒരു പണ്ടേ യുവാക്കളുടെ ഫാൻ ബേസ് ഉണ്ടെങ്കിൽ ഇടുക്കി ഗോൾഡ് ഒക്കെ വന്നപ്പോൾ ഒന്നുകൂടി അതെ, യെസ്, അതായിരുന്നു. കാരണം ഇന്നും അവർ ആ ഡയലോഗ് പറയുന്നുണ്ട്, കൊച്ചിക്കുള്ള വഴി ഏതാണ്. ബാച്ചിലേഴ്സ് ആണെങ്കിലും വന്നിട്ട് കല്യാണം കഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ച കുട്ടികളുണ്ടാവില്ല. അപ്പോൾ എന്നെ അപ്പനും അമ്മയും വിചാരിക്കില്ല ഞാൻ അത്രക്കാരനാണ്. അത് ഇപ്പോഴും പറയുന്ന പിള്ളേരെ ഞാൻ കാണാറുണ്ട് എപ്പോൾ കാണുമ്പോഴും.
അതേപോലെ തന്നെ കെട്ടിയോളാണ് മാലാകലെ ആ ബാർബറിന്റെ ഒരു വെറൈറ്റി പിടിച്ചാലോ അവരാകെ ഒരു സ്റ്റൈല് കട്ട് ചെയ്യാൻ അറിയാവുള്ളൂ. അവരെങ്ങനെ കട്ട് ചെയ്താലും ആ ഒരു വെറൈറ്റി പിടിച്ചാലോ എന്ന് ചോദിക്കും. അത് തന്നെ ആവുള്ളൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ജനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ പിന്നെ വാഴാറ്റൂലി അജിൻ ജോയും ദേവരാജും ഇവരുടെ കൂടെ ആയതുകൊണ്ട് ഒന്നുകൂടി അത് ഭയങ്കര ഗുണം കിട്ടി. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ ഞാൻ അന്ന് അഭിനയിച്ചിരുന്ന ഓരോ ജനറേഷൻ്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം അടുത്ത പടം എന്ന് പറഞ്ഞാൽ ഫാൻറ്റം 5 ഉണ്ട് സജി നന്ദിയാട്ടിൻ്റെ. അത് സ്കൂൾ കുട്ടികളും ഞാനും കൂടിയുള്ള ഒരു സാധനമാണ്. അതും ഇതുപോലെ ഒരു കോളനിയിൽ അവരുടെ കൂടെ വൈബ് ചെയ്ത് കിടക്കുന്ന അതൊരു ത്രില്ലർ ഫിലിമാണ്. പക്ഷെ അതിനകത്ത് ഞാൻ ഇതേപോലെ ഹ്യൂമറായിട്ട് ഒരു ബാച്ചലറായിട്ടുള്ള ഒരു അങ്കിളാണ്. അപ്പോൾ അങ്കിളെന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ ശരിക്കും? ഞാനിപ്പോൾ ബ്രോയായി, അങ്കിളായി, ഞാനിപ്പോൾ എല്ലായി. അല്ല ബേസിക്കലി എന്താ പറഞ്ഞാണ്ടല്ലോ, ഐ എം ഏബിൾ ടു വൈബ് വിത്ത് ഓൾ ജനറേഷൻ. അപ്പോൾ ആ കുട്ടികളുമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഈ ദേവരാജും ഗുരുവായിട്ട് അവരുമായിട്ട് എനിക്ക് ജെൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ബേസിക്കലി ഐ ലീവ് മൈ ലൈഫ് ആൻഡ് ഐ എൻജോയ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ അവരിലൂടെ വന്ന് ഞാൻ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അവരുടെ ഇപ്പോൾ ഈ കുട്ടികൾ വരുമ്പോൾ ഫാൻറ്റം 5 ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ ഞാൻ ഈ ഇപ്പൊ സാറിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പോലും എനിക്ക് ആ രംഗമാണ് ഓർമ്മ വരുന്നത്. തട്ടിക്കേറ്റി ഒഴിക്കാൻ പറയട വെണ്ണി. അതെ അതെ. അപ്പോൾ അവരൊന്ന് ലഹരി തുടയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഡയലോഗ് ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്നെക്കാളും വലിയ കവട്ടകളാകും ഞാൻ ഒഴിച്ചു കൊടുത്തത്, കുടിച്ചവരൊക്കെ എന്നെക്കാളും കവട്ടകളാകും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ലാത്തി അടിച്ചിട്ട് അവസാനം അതേ കിടക്കണു എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. ഏതായാലും ഒരു കാര്യം അതാണ് സിനിമയിൽ നമ്മൾ എത്ര വലിയ റോളോ ചെറിയ റോളോ എന്നുള്ളതല്ല. ബേസിക്കലി നമ്മൾ വരുന്നത് ആ പ്രസൻസ് ശരിക്കും ത്രൂ ഔട്ട് ഫിലിം ഫീൽ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ ക്യാമിയോ അതിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. പ്രവാസികൾക്കിടയിലുള്ള ഒരു ആളുണ്ടല്ലോ എല്ലാത്തിനും സഹായിയായിട്ടുള്ള. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പം അതിൽ പ്രവാസിയായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചാൽ പലരും ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. ഞാൻ അവിടെ വെച്ചാണ് കണ്ടത് അവരെ. ഞാൻ ഞെട്ടി. റെക്കഗ്നീഷനൊക്കെ വന്ന് ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. ലൈക്ക് ഐ വാസ് സോ ഹാപ്പി. ഇൻഫാക്ട് എല്ലാം ഒരു റീയൂണിയൻ പോലെ ഒരു ഫീൽ ചെയ്തു. എൻ്റെ രസകരമായിരുന്നു. കാരണം നമ്മൾ ഇതൊക്കെ എല്ലാം നിമിത്തങ്ങളാണ്. ആക്ച്വലി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഈ വഴിയിലൂടെ ജനത്തിനെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക, പടം വന്ന് കളക്ട് ചെയ്യുക, നമ്മളെ വിളിച്ച പ്രൊഡ്യൂസർ വന്നിട്ട് ഹാപ്പി ആയിട്ട് മാറുക. ഇവിടെ വന്ന് ഒരുപാട് പടങ്ങൾ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹിറ്റ് പടങ്ങൾ വരുന്നത് വലിയ താരങ്ങളില്ലാത്ത വലിയ റെവല്യൂഷനാണ് ആക്ച്വലി ഇപ്പോൾ ഉണ്ടായേക്കണത്. കാരണം സിനിമയിൽ വന്ന് ഇനി താരങ്ങൾ ഇല്ലെങ്കിലും പടം നന്നായാൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രചോദനം ഈ പടം തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഇവര്. ശരിക്കും ഇവര് താരങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് അവര്. വലിയ എനിക്കറിയില്ലായിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് അവരെയൊന്നും അറിയില്ലായിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പ്. ഞാൻ അവിടെ വെച്ച് ഞാൻ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു അജിനൊക്കെ ഭയങ്കര സാറേ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ അജിനോട് ചോടോ നീ ഭയങ്കര സ്റ്റാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നാണം. ഭയങ്കര രസമായിരുന്നു. അജിനെ കുറിച്ചും അതുപോലെ തന്നെ ദേവരാജനെ കുറിച്ചും പറയുകയാണെങ്കിൽ ദേവരാജൻ എല്ലാം നല്ല ആക്ടേഴ്സാണ് ആക്ച്വലി. ദേവരാജനായാലും ശരി, അജിനായാലും ശരി, ദ ജം ഓഫ് പീപ്പിൾ ആക്ച്വലി. എനിക്ക് ആ ടീം ഭയങ്കരമായിട്ട് ഇപ്പോൾ സമീഷ ആയാലും ശരി, അതിൻ്റെ എഡിറ്റർ പയ്യനും അതിൻ്റെ ക്യാമറമാനും എല്ലാം ഭയങ്കര ഷൈയ ക്യാമറമാൻ. അതൊന്നും അപ്പോൾ അവരെല്ലാം ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സെക്കൻഡും ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു ആക്ച്വലി. ഓരോ സെക്കൻഡ് ഞങ്ങൾ ആസ്വദിച്ച് ചെയ്യുകയും പടം കഴിയുമ്പോൾ ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ നടത്തിയാണ് ഞങ്ങൾ പിരിഞ്ഞത് തന്നെ ശരിക്കും. അപ്പോൾ എല്ലാം നമുക്കതൊരു ഒരു 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 ഹാപ്പിനെസ് തന്ന നല്ല നാളുകളുടെ ഓർമ്മകൾ തന്ന ദിവസങ്ങളായിരുന്നു ആ ഷൂട്ടിങ്. ഡബ്ബിങ് അതുപോലെ തന്നെ വി റിയലി എൻജോയ്ഡ്. ഞാൻ വേറെ ആ 2 ദിവസം അതിനുവേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഡബ്ബിങ് തിയേറ്ററിലുള്ള പിള്ളേരും അതിൽ ചിലരൊക്കെ വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞവര് ഈ സീൻ തൂക്കൂന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാനതിനെ കാണണം. അപ്പോൾ ഞാൻ ബിറ്റായിട്ടാണല്ലോ കാണുന്നത്, ഞാൻ ഫുള്ളായിട്ടല്ല കാണുന്നത്.
അതിന് ബിറ്റ് ഡബ് ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇത് തൂക്കും ഇത് അങ്ങനെ തൂക്കി അത് തൂക്കി അവരുടെ അതില് അവര് നല്ല റെസ്പെക്ടോട് കൂടിയാണോ പിന്നെ പെരുമാറിയത്? എങ്ങനെയായിരുന്നല്ലേ ഒരു വൈബോട് കൂടിയാണ്? അവന് ഞാനൊരു സീനിയർ ആക്ടർ ആയതുകൊണ്ട് അവൻ ആദ്യം ഒരു ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അതിപ്പോൾ ഞാൻ ഫാൻറ്റം ഫൈവ് ചെല്ലുമ്പോഴും ആ ഡയറക്ടറിന് പറഞ്ഞു അവന് ആകെ വന്നിട്ടുള്ള ലൈക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അവരത്. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ വന്ന് 5 minutes ഞാൻ എല്ലാം ജെല്ലാക്കും. പിന്നെ അവർ മറക്കും, ഞാൻ അവരുടെ കൂടെ ഒരാളാവും. അങ്ങനെ ഞാൻ എല്ലാ ഷൂട്ടിങ്ങും ഇപ്പൊ കെട്ടുള്ള മാലാകായാലും ശരി ഞങ്ങൾ അടിച്ചു പൊളിച്ച് സന്തോഷത്തിൽ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ DNA ചെയ്യുമ്പോഴും ഞങ്ങൾ സുരേഷ് പഴയ ഡയറക്ടറാണ് കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളത് ചെയ്യുമ്പോഴും ആ ടീമുമായിട്ട് ഞാൻ ഭയങ്കര ഞങ്ങൾ ആസ്വദിച്ചാൽ ചെയ്യുക. ഞാൻ എൻ്റെ റോള് ആസ്വദിക്കുന്ന റോളെ എടുക്കുകയുള്ളൂ. ഞാൻ ഒരുപാട് പടങ്ങൾ വരുന്നത് എല്ലാം എടുക്കാറില്ല. അതാണ് സിനിമ എല്ലാം വാരിക്കേറി ഞാൻ അത് അതിനെ ചൂസ് ചെയ്യല്ല. ഒരുപക്ഷെ എൻ്റെ ചോയ്സ് ചില സമയത്ത് കറക്റ്റ് ആവാറുണ്ട്. ഞാൻ ഒരുപാട് പടങ്ങൾ എനിക്ക് മിസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റാതാവുന്നുണ്ട്. കാരണം ഞാൻ അതർവൈസ് എൻ്റെ അക്കാഡമിക്കൽ പ്രവർത്തനം, ഫിലിം ക്ലാസ് എടുക്കുന്നത്, ഫെസ്റ്റിവൽ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് ഞാൻ അവിടെ നിന്ന് വന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ റോഡ് എത്രത്തോളം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളത് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലിടും. ഞാൻ ഡയറക്ടറെ കോൺഫിഡൻസാണ് നോക്കുക, മനസ്സിലായോ? അപ്പോൾ അത് കൂടി നോക്കുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ അപ്പം പോയി അത് ചെയ്യുകയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം മൈ ജോബ് ഞാൻ എടുക്കുന്ന കഥാപാത്രം ഇതെല്ലാം ഇപ്പം ഹിറ്റായിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കാം. അത് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് ചിലപ്പോൾ ഞാൻ എടുക്കാത്ത പടങ്ങളും ഹിറ്റായിട്ടുണ്ട് കേട്ടോ. 2-3 പടങ്ങൾ ഇപ്പോൾ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അത് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അതെല്ലാം നമ്മുടെ അല്ല. പക്ഷെ ആ പടം ഹിറ്റായാലും എനിക്ക് തോന്നണില്ല ഞാൻ ചിലപ്പോൾ ഒന്ന് അതിനകത്തേക്ക് ഇത്രയധികം ശോഭിക്കാൻ പറ്റിയിരിക്കും എന്ന് എനിക്ക് തോന്നണില്ല. കാരണം ബേസിക്കലി ഒരു ഉള്ളിൽ നിന്ന് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആൾക്കാരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇടുക്കി കോടായാലും മംഗ്ലീഷ് ആയാലും കെട്ടുടൻ മാലാകയായാലും ഹാലായാലും എല്ലാം എനിക്ക് ഞാൻ എൻ്റെ ലൊക്കേഷനിൽ ഞാൻ കംപ്ലീറ്റ് ത്രില്ലടിപ്പിക്കാറുണ്ട്. ഞാൻ അഭിനയിക്കുമ്പോൾ ഞങ്ങളെല്ലാം ചിരിച്ച് സന്തോഷിച്ച് യൂണിറ്റൊക്കെ ഫുൾ ഹാപ്പി ആയിരിക്കും. എൻ്റെ സീൻ വരുമ്പോൾ ഞാൻ ഫുൾ വൈബായിട്ടാണ്. അപ്പോൾ എല്ലാവരും പറയും അത് സെറ്റിൽ പോകുമ്പോൾ ഞാനൊരു എനർജി ഉണ്ടാക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ഈവൻ നമ്മൾ ചാനലിൽ പോകുമ്പോഴും അതെ, ഞാൻ അവിടെ പോയി അതൊരു എനർജി ഉണ്ടാക്കും ഞാൻ. കാരണം ആ എനർജിയിലാണ് എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ ഒരു വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്താൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ 3 സിനിമകൾ ഒഴിവാക്കിയത്, അങ്ങനെ റിഗ്രറ്റ് തോന്നിയത്? എനിക്ക് ഏകദേശം എല്ലാ പറയാനാണെങ്കിൽ അല്ല, അത് ഞാൻ പറയണത് ശരിയല്ല. ഇപ്പൊ അതില് വളരെ ചെയ്യാൻ പറ്റാതെ പോയിക്കുന്നത് ലൈക്ക് അതെല്ലാ പടം കൂടി വന്നായിരുന്നു. ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ തന്നെ ഒരു 3 പടം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത മോഹിനിയാട്ടമുണ്ട്, ബാഡ് ബോയ്സാ, അതുണ്ട്, രേഖാചിത്രം, അതിൽ ഫോറൻസിക് ഡോക്ടർ. ഞാൻ അതിന് തൊട്ട് മുമ്പ് ഒരു ഫോറൻസിക് ഡോക്ടർ ചെയ്തോളൂ DNA. പക്ഷെ ഇതൊക്കെ രേഖാചിത്രമായാലും മോഹിനിയാട്ടായാലും ഇപ്പൊ തിയേറ്ററുകളിൽ ഭയങ്കരമായിട്ട് മോഹിനിയാട്ടം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞ അതെല്ലാം നിമിത്തങ്ങളാണ്. ആ ഡയറക്ടറായിട്ട് എനിക്ക് ഇനിയും ചെയ്യാമല്ലോ. അവന് ഭയങ്കര ഇഷ്ടം. ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്. വേറെ പല കാരണങ്ങളും കൊണ്ട് ഒരു മിസ്സായിപ്പോയ പടം തന്നെയാണ് അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ആ സമയത്തിന് എനിക്ക് വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ പോയി അറബിക് സിനിമാറ്റിക് ഗ്രാമർ എന്ന് പറയുന്ന ആ സമയത്ത് എനിക്ക് ഇവിടെ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു ബെറിൻ യൂണിവേഴ്സിറ്റിയിൽ. സോ ഞാനിപ്പോൾ അത് കാരണം ഫെസ്റ്റിവൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് മെയ്യിൽ. അപ്പോൾ എനിക്ക് സാധാരണ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഒരു നഷ്ടമൊന്നുമല്ല, എല്ലാം കറക്റ്റ്. ഈ റോള് ചിലപ്പോൾ വേറൊരു റോള് വന്നാൽ ചിലപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയനെ ചിലപ്പോൾ. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പോൾ അതിനേക്കാളും ഭേദം ഈ ഒറ്റ റോള് കൊണ്ട് ഞാൻ ബെന്നി ബ്രോ എന്ന് പറയുന്നത്, അല്ല അവർക്ക് എന്നെ ബെന്നി ബ്രോ എന്ന് വിളിക്കണം, മറ്റേ പടത്തിലെ ക്യാരക്ടർ വിളിക്കണമെന്നായാലോ? ഇനി ബെന്നി ബ്രോ അത്രയ്ക്ക് ജനങ്ങളുടെ മനസ്സിരുന്ന് മായാത്തൊരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് കൊച്ചുകുട്ടികൾ പോലും ഓർക്കും. അതെ, ഓർക്കും. ആ ബെന്നി ബ്രോ അത് ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് അവിടെ സ്റ്റാമ്പ്ഡാണ്.
മറ്റേ ഇടുക്കി ഗോൾഡിലെ കഥാപാത്രം പോലെ. മ്ലേച്ഛൻ അതെ, ആ ക്യാരക്ടർ പോലെ തന്നെ കുറേ നാളുകൾ നിൽക്കും. ഇപ്പം പലരും എന്നെ ബെന്നി ബ്രോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അതായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് മറ്റത് ചെയ്യാൻ മാറിപ്പോയത്. കാരണം ഇത് എനിക്കൊരു ഭയങ്കര ഹൈപ്പ് വന്നിട്ടുണ്ട്, ഭയങ്കര ഹൈപ്പ്. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വലിയൊരു ഹൈപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ വാഴ 2 ഇപ്പം ഹാഷിർ, അലൻബിൻ സിറാജ്, വിനായക് ഇവരെയൊക്കെ മുന്നേ അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ റീലൊക്കെ കണ്ടായിരുന്നു. അവരെ കുറിച്ച് എന്താ? ഞാനല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ അവരെ കണ്ട ട്രെയിലർ മൂവില് ആഷിറിനെയും വിനായകനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നന്നായിട്ട് വൈബ് ചെയ്ത് വിനായകനൊക്കെ ആയിട്ട് എനിക്ക് കൂടെ നിന്ന് സ്റ്റില്ലെടുക്കുമ്പോൾ ഒക്കെ ഞങ്ങൾ ജോളിയായിട്ട് നിന്നിട്ടാണ് ഞാൻ പോകുന്നത് വന്നിട്ട്. അപ്പോൾ ഇനി അവരെ ഞാൻ കാണൂലോ പല സ്ഥലത്തായിട്ട്. ആ സിനിമയിലുള്ളത് പോലെ തന്നെയാണ് അവർ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണോ വൈബായിട്ട്? എനിക്കങ്ങനെ ആയിട്ട് തന്നെ തോന്നിയത്. എനിക്ക് വരുന്ന ഞാൻ അവരുമായിട്ട് വൈബായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളങ്ങനെ ഒരു ജെല്ലായിട്ടാണ് പോകാറ്. നമ്മളതിനകത്ത് സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടിയൊന്നും എനിക്കില്ല. അത് ബിഹേവ് ചെയ്യാന്നുള്ളതുകൊണ്ട്. ഇവരൊക്കെ സൂപ്പർ സ്റ്റാർ ആവും ഭാവിയിലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ് ദർ ആർ ഓൾ ചാൻസസ്, എനിബഡി ക്യാൻ ബിക്കം. മനസ്സിലായില്ലേ? ഞാൻ ഒരു സ്റ്റാർഡം എനിക്ക് എൻ്റെ ഒറ്റ പടത്തിൽ കിട്ടിയവനാണ്, ഒരുതൽ രാഗം എന്ന് പറഞ്ഞ ഒറ്റ ഫസ്റ്റ് പടം. അപ്പോൾ അന്ന് ഞാൻ രജനി കമലഹാസൻ്റെ ഒക്കെ ഒപ്പം ഒരുമിച്ചാണ് അടുത്ത പടം ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഞാനൊരു ലക്ക് കൊണ്ട് കിട്ടിയതാണ്. ഞാനൊരു 9-10 സീനേ ഉള്ളൂ ആ പടത്തിൽ. അതോടുകൂടി ഠും എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റാർ ലെവലിലേക്ക് കൊണ്ടുവന്ന് തന്നെ. എൻ്റെ എല്ലാ സീൻസും ഡാൻസ് എല്ലാം ഭയങ്കര ഹിറ്റായി. ഓരോ ഡയലോഗ് പഞ്ച് ഡയലോഗായിട്ട് മാറിയതല്ലേ തമിഴിലെ എൻ്റെ ഡയലോഗുകൾ. ഒരുപാട് നാളത് പല വർഷങ്ങളായിട്ട് നിന്ന്, ഒരു വർഷം കൂടി ആ പടം. അപ്പം അതേപോലെ എല്ലാം ഇപ്പോൾ വന്ന യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ ആവേശത്തിലെ പിള്ളേരായാലും വാഴ 1 വന്ന പിള്ളേരായാലും ഈ വാഴ 2 ഇവരായാലും എല്ലാവരും വളരെ ഒരുപാട് ടാലൻ്റ്. ഈ ജനറേഷൻ വന്നിട്ട് ഞാൻ ഈ കാണുന്ന ജെൻസി സൂപ്പർ ക്യാരക്ടർ, അതേ വിൽ റെവല്യൂഷനൈസ് ഞാൻ പറയുകയാണ്. കാരണം ഭയങ്കര ഒരു ഹാപ്പി ഗോലൊക്കെ അവരുടെ ടാലൻറ്റ്, അവർക്ക് ഭയങ്കര ഭാഗ്യവാന്മാരാണ്. അവരുടെ ടാലൻറ്റ് കാണിക്കാൻ അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടും. സോഷ്യൽ മീഡിയ. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിബഡി കനോട്ട് ഫേസ് ക്യാമറ. ആക്ച്വലി ഒരു മൂവി ക്യാമറയെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടായിരുന്നു. ശരിക്കും തൊടാനേ പറ്റൂലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ സിനിമയിൽ കയറിയത്. ഇപ്പം അതല്ല. മാത്രമല്ല ഇവരുടെ ചിന്തയും വളരെ വളരെ പവർഫുള്ളാണ്, വളരെ ലിബറലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ വളരെ നല്ല രീതിയിലേക്ക് നമ്മളൊരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ജനറേഷനാണ്. പിന്നെ വേറൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. നെസ്ലിനും ഹാഷിറും അടുത്ത ഈ തലമുറയിലെ മമ്മൂട്ടി മോഹൻലാലും ആയിരിക്കും. അവർക്ക് പകരം അങ്ങനെ ഒരു ആക്ടേഴ്സ് വരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് അവരത്രയും അഭിനയിച്ച് ഫലിപ്പിച്ച 2 നടന്മാരാണല്ലോ. അവരുടെയൊക്കെ കൂടെ അഭിനയിച്ചവരാണെന്ന്. മമ്മൂട്ടി മോഹൻലാൽ അവർക്ക് പകരക്കാരായിരിക്കും ഇവരെന്ന് അങ്ങനെയൊക്കെ ചർച്ചകൾ. അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ അതൊരു വേറെ ഒരു ഭയങ്കര ഭാഗ്യമാണ് ശരിക്കും മലയാള സിനിമയുടെ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുമിച്ച് വന്നതാണ്. എനിക്കറിയാം അവരുടെ പ്ലസ്, 2 പേർക്കും ഓരോ ഭയങ്കര പ്ലസ്സുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാതെ തന്നെ. ഇപ്പോൾ മമ്മൂട്ടിയുടെ പോലെയൊക്കെ ഡബ് ചെയ്യാനായിട്ടുള്ളൊരു വളർച്ചയിലേക്ക് ഒരാൾ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഐ എം ഏറ്റവും വെയിറ്റ്. കാരണം ഇവർ ചെറുപ്പം പിള്ളേരാണല്ലോ. അപ്പം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് ഇവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ എൻ്റർടൈനേഴ്സാണ്. പിന്നെ ഇപ്പം ഞാൻ ഡാൻസുമായിട്ട് വന്നു. മോഹൻലാലിൻ്റെ വന്നിട്ടുള്ള വേറൊരു അഭിനയ രീതിയിലുള്ള അതിലൂടെ കയറി വന്നു. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ചെയ്യുന്നതിനകത്ത് വോയിസുള്ള മോഡുലേഷൻസിലും എല്ലാത്തിലാണ്. അങ്ങനെ തുടക്കകാലത്ത് അതിന് മുമ്പിലില്ലാത്തവരിൽ നിന്നുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അതിന് ഒറ്റയടിക്ക് സ്റ്റാർട്ടത്തിലേക്ക് കയറി. മനസ്സിലായ? മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ ഇവർ കവർ ചെയ്യണമെങ്കിൽ ഇനി ഒരുപാട് നാളെടുക്കും. They are actually, but they are very talented.
അതിനകത്ത് വരും കാലത്തിൽ അവരായിരിക്കും എന്ന് പറയുന്നതിനകത്തേക്ക് കറക്റ്റ് മേ ബി. കാരണം ഇനിയും വേറൊരു ആക്ടേഴ്സ് വരാൻ പാടില്ല എന്നില്ലല്ലോ. അതെ അതെ. ഇപ്പൊ എല്ലാരും ടാലന്റ് ഉള്ളവരെ ചൂസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ ഇപ്പോ അതിനകത്ത് അങ്ങനെ അല്ലാതെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ അജിനും നല്ല കഴിവുള്ളവനാണ്. അജിൻ ദേവരാജ് സൂപ്പറായിട്ട് അവന് ഈ ഇമോഷൻസ് വളരെ സെറ്റിലായിട്ട് അവൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ളവനാണ്. അപ്പോൾ അവൻ എന്തുകൊണ്ട് ആയിക്കൂടാ, ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കൂടാ? അപ്പോൾ ഓൾ ടാലൻറ്റഡ് ആണ്, എല്ലാവരും ടാലൻറ്റഡ് ആണ്. പിന്നെ ഭാഗ്യമാണ് ഇതെല്ലാം വന്നിട്ട് നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും അത് നമ്മൾ ചെയ്യുന്ന രീതി ജനങ്ങൾ ഏറ്റെടുക്കുന്നതെല്ലാം വരുന്നത് ഇനി വരും കാലത്ത് നമ്മൾ കണ്ടു നിൽക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇനിയും വരാനിരിക്കുന്ന ആൾക്കാരുണ്ട്, ചാൻസ് വെയിറ്റ് ചെയ്യുന്ന, ഇനി ഒരു ചാൻസ് അത് കിട്ടാനായിട്ട് നിൽക്കുന്ന, ഏതെങ്കിലും എല്ലാത്തിനെയും ഞെട്ടിക്കുന്ന, നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വന്നിട്ടുള്ള ടാലൻറ്റുമായിട്ട് വരുന്ന പുതിയ തലമുറയിൽ വരുന്ന ഒരാൾക്കാർ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ 1980-കളിലാണ് സിനിമയിലേക്ക് വന്നത്. ഒരു തരംഗം തന്നെ തീർത്ത് വന്ന ഒരാളാണ്. ഡിസ്കോ എന്ന് പറഞ്ഞാൽ യുവാക്കൾക്കിടയിൽ അത്രയും ഒരു ഹരമാക്കി മാറ്റിയ ഒരാളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു വരവ്? എങ്ങനെയായിരുന്നു? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് അല്ലേ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അടയാർ ഫിലിം. അപ്പോൾ അവിടെ വന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് എൻ്റെ സാറുമാർ തന്നെയാണ്, റോബർട്ടും രാജശേഖരനൊക്കെയാണ് അതിനെ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരാണ് അത് ചെയ്തത്. അതുകൊണ്ട് ആദ്യം എന്നെ ഫിക്സ് ചെയ്ത് തന്നെയാണ് ആ റോൾ എനിക്ക്. അത് തന്നെ. പിന്നെ ശങ്കർ ഞാനുമായിട്ട് ഫ്രണ്ടായിരുന്നു. എൻ്റെ ശങ്കറിനെ ഞാനാണ് റോബർട്ടിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവസാന സമയം വരെയും വന്ന് ടി രാജേന്ദ്രനും ശ്രീനാഥിനെ വേണോ ശങ്കറിനെ വേണോ എന്നുള്ളതായിരുന്നു. പക്ഷെ ശങ്കറാണ് അതിന് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആ ക്യാരക്ടറിന്. അപ്പോൾ അവൻ അടുത്ത ടി രാജേന്ദ്രനെ അടുത്ത പടം ശ്രീനാഥിനെ വെച്ചിട്ടാണ് ചെയ്തത്. അതൊരു ചരിത്രം. അത്തരത്തിൽ ആ സമയത്ത് വരുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾക്ക് പെർഫോമൻസിൽ ഞെട്ടിക്കാൻ പറ്റുന്ന, അതിന് സോഷ്യൽ മീഡിയ ഒന്നുമല്ല, ആ പടത്തിലൂടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ എൻ്റെ ഡാൻസ് ആയാലും ശരി, എൻ്റെ ബോഡി ലാംഗ്വേജ് ആയാലും ജനം ഏറ്റെടുക്കുന്ന ഒരു രീതി ഉണ്ടായി. അത് ഞാൻ പറഞ്ഞത്. സോ നമ്മളിലൊരു മാർക്ക് ഉണ്ടാക്കണം, നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഇനിയും വരാം ആൾക്കാർ. ഒരു നിങ്ങളെല്ലാം ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ആക്ടർ നാളെ ജനിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ആവേശത്തിലെ പിള്ളേർ എല്ലാം ക്ലിക്കായവരല്ലേ അല്ലേ? ഇപ്പോൾ തണ്ണീർമത്തൻ വന്നപ്പോൾ മാത്യു എൻ്റെ മകൻ്റെ ജൂനിയറാണ്, കുമ്പളങ്ങി നൈസിലാണ്. വണ്ടർഫുൾ പെർഫോമറാണ് ആക്ച്വലി, നല്ല ആക്ടറാണ്. ആ സമയത്ത് അവന് എല്ലാവരുടെയും വന്ന് ഒരു ഫേവറേറ്റ് ആയിരുന്നു. പെട്ടെന്ന് നസ്ലീം വന്നു, നസ്ലീം ഉള്ളിൽ കയറി. അങ്ങനെ ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നു, ഈ ടീം വന്നിരിക്കുന്നു. ആൻഡ് ഇവരിൽ നിന്ന് ആരാണ് ഏറ്റവും മുമ്പിലേക്ക് വരിക എന്നുള്ളതിൽ ഈ 4 പേരും നല്ല ടാലൻറ്റഡ് ആണ്. വേറൊരു ഗ്രൂപ്പ് ഇനിയും വരാൻ പാടില്ലെന്നൊന്നുമില്ല സിനിമയിൽ, 100%. കാരണം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു, കാരണം ഇപ്പോൾ ഹ്യൂമർ ചെയ്യുക, അതേപോലെ ആക്ഷൻ ചെയ്യുക, ഡാൻസ് ചെയ്യുക. ഇപ്പോഴത്തെ യൂത്തിന് ആവശ്യമുള്ള ഡാൻസ്, ആക്ഷൻ, ഹ്യൂമർ, റൊമാൻസ്, മനസ്സിലായ ഇമോഷണൽ സീൻസ്, ഇങ്ങനെയെല്ലാം പെർഫോം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു കഥാപാത്രം വന്ന് ജനങ്ങൾ അവനെ ഏറ്റെടുക്കുകയാണെങ്കിൽ, അവൻ്റെ പടം ഹിറ്റാവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടോട്ടലി അവനൊരു സ്റ്റാറായിട്ട് മാറും. അതിനൊന്നും ഒരു സിനിമ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓരോ കഥാപാത്രം അല്ലാതെ ഒരാൾക്കൊന്നും ആരും വന്ന് അട്ടിപ്പേർ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അഫ്കോഴ്സ് മോഹൻലാൽ മമ്മൂട്ടി അതൊരു തനി ഡിഫറെൻറ്റ് ഇതാണ്. അവർ അങ്ങനെ സംഭവിച്ചു വന്നത് വല്ലപ്പോഴുമാണ്. ഒരു മോഹൻലാൽ, ഒരു മമ്മൂട്ടി ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒരു കമൽഹാസൻ, ഒരു രജനീകാന്ത് ഉണ്ടാവും. ഇപ്പോൾ കമൽഹാസനെയും രജനീകാന്തിനെയൊക്കെ ഇരുന്നാലും വിജയ് അതിനേക്കാളും പോപ്പുലറാണ്. ബട്ട് ഡു യു തിങ്ക് വിജയ് ക്യാൻ റീപ്ലേസ് കമൽഹാസൻ? പറ്റുക? ഇല്ല. രജനീകാന്ത് പറ്റില്ല. അതാ. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഒരിക്കലും വന്നിട്ട് ഒരു മമ്മൂട്ടിയെ മോഹൻലാൽ ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ ആണ് എന്നെ സംബന്ധിച്ചോളം. ഇനി അതിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആരെങ്കിലും വരാൻ പാടില്ലെന്നൊന്നുമില്ല. മനസ്സിലാ? ഇപ്പം മമ്മൂട്ടീനെ പോലെ വന്നിട്ടുള്ള അതേപോലെ തന്നെ ശബ്ദത്തിൽ
വിസ്മയങ്ങൾ തീർക്കാനും കഥാപാത്രങ്ങളിൽ ഒന്ന് വിസ്മയങ്ങൾ തീർക്കാനും മോഹൻലാലിൻ്റെ വന്നിട്ടുള്ള ആ ഈസിനെസ്സിനകത്തേക്കും കണ്ണിലൂടെ എല്ലാം അഭിനയിച്ചുകൊണ്ട് ഇമോഷൻസിനെ വളരെ സെറ്റിലായിട്ടും അതേപോലെ ഹ്യൂമറെ മനസ്സിലായില്ലേ ആ ബോഡി ലാംഗ്വേജിൽ എല്ലാം ചെയ്തുകൊണ്ടും ഡാൻസ് ചെയ്യാൻ അറിയുന്ന ഒരാൾ കയറി വരാൻ പാടില്ലെന്നൊന്നുമില്ല. അടിച്ച് പൊളിച്ച് നമ്മുടെ ഇൻഡസ്ട്രീനെ വന്നിട്ടുള്ള അവൻ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ചെയ്യില്ലേ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിന് ആരാണ്? ഫഹദിന്റെ പെർഫോമൻസ് എന്താ? നിങ്ങൾക്ക് ആരാണ് ഇപ്പൊ ഇരിക്കുന്ന ആ ജനറേഷനിൽ വന്നിട്ടുള്ള ഓൾ ഇന്ത്യ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അല്ലേ ഫഹദിന്റെ? നിങ്ങൾ നോക്കിയേ, ഈവൻ ആസിഫ് അലിയുടെ സമീപകാലത്തെ ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കെട്ടിയോളാണ്ട് മാലാക തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇത്ര സെറ്റിലായിട്ട് ഇമോഷൻ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അവന്റെ പെർഫോമൻസിലൂടെ ഇല്ലേ? പിന്നെ റോഷാക്കിലൊക്കെ കണ്ണുകൾ മാത്രമാണ്. കിഷ്കന്ധ കാണ്ടായാലും ശരി, കെട്ടിയോളാണ് മാലാക, അവൻ്റെ ആ ഇമോഷണൽ സീൻസ് ഒക്കെ ഈവൻ എല്ലാ പടവും ആസിഫ് വളരെ ബിക്കം എ വെരി സൂപ്പർ ആക്ടർ ആക്ച്വലി. അതേപോലെ തന്നെ ടൊവിനോ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നേരെ ചാടി ഇവരിലേക്ക് മാത്രം വരുന്ന ബേസിലുണ്ട്. ബേസിൽ അടിപൊളിയല്ലേ, അവൻ ഡയറക്ടറും ആയിരുന്നു, എല്ലാം ആയിരുന്നു. അവൻ്റെ ജനങ്ങളുടെ ഒരു വീട്ടിലൊരാളെന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കിട്ടിയില്ലേ. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ട് സിനിമ വന്നിട്ടുള്ളതിനകത്ത് ഒരു കടൽ പോലെയാണ്, ഒരുപാട് പേർക്ക് ജീവിക്കാൻ. അതുപോലെ തന്നെ ഇതിലെ അൽഫോൺസ് പുത്രന്റെ ക്യാരക്ടർ അതെങ്ങനെ തോന്നി? ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ഈ സമയത്ത് വേറെ പരിപാടിയിലേക്ക് ഞാൻ കാണാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്റെ സീനിന്റെ ഭാഗങ്ങളിലായിട്ട് പോയിട്ട് ജനത്തിന്റെ റിയാക്ഷൻ എന്താ കാണാൻ, അതൊന്നും ആസ്വദിക്കണ്ടേ? തീർച്ചയായും. ഒരു തലേ രാഗത്തിലേക്ക് വരികയാണെങ്കിൽ 200 തവണയൊക്കെ സിനിമ കണ്ട ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശങ്കർ സാറും അതുപോലെ തന്നെ സാറും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ആ സിനിമയ്ക്ക്? ഞാനും ശങ്കറും ആക്ച്വലി ശ്രീനാഥും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നവരാ ആക്ച്വലി. അവർ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ വേറെയാണ്. അവർ ചേംബറിലെ ആയിരുന്നു, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ആ സമയത്ത് താമസിച്ചിരുന്നത് എനിക്ക് അഹമ്മദ് എന്ന് പറഞ്ഞ മൗണ്ട് റോഡിലൊരു ലോഡ്ജിൽ ഞങ്ങളുണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു റൂമിലാണ്, ശ്രീനാഥിൻ്റെ റൂമിലാണ്. ശങ്കറും വരും, ഞാനും വരും, അങ്ങനെ തൊട്ടടുത്ത എൻ്റെ നെക്സ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകലും ഒരുമിച്ച് എങ്ങോട്ടും പോക്ക് ഞാനും ശങ്കറും ശ്രീനാഥും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ശങ്കറിനെ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോബർട്ടും ഒക്കെ ആയിട്ട് ശങ്കർ ഫ്രണ്ട് ആവുക. അപ്പം അങ്ങനെ ശങ്കർ അപ്പോൾ ആ റോബർട്ട് രാജശേഖരൻ വന്നിട്ടുള്ളതിനകത്തേക്ക് ശങ്കറിന് ഫേവർ ചെയ്തു. ടി രാജേന്ദ്രൻ എൻ്റെ റൂമിൽ വരുന്നതുകൊണ്ട് അത് എഴുതിയവൻ. അങ്ങനെ ശ്രീനാഥുമായിട്ട് അവന് പരിചയമായി. അപ്പോൾ അവന് ശ്രീനാഥിനോട് അവന് താല്പര്യം തോന്നി. അതിന് ശങ്കറിൻ്റെ ഒരു റോള് അവസാന സമയം വരെ വന്ന് ശ്രീനാഥാണോ ശങ്കറാണോ എന്നുള്ളൊരു തർക്കം അവിടെ നടന്നായിരുന്നു. കാരണം ആ ക്യാരക്ടർ പറ്റിയത് ശങ്കറിനായിരുന്നു കൂടുതലും. അതെ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ. എൻ്റെ ക്യാരക്ടർ അവർ ആദ്യമേ ഫിക്സ് ചെയ്ത് തന്നെയാണ്. കാരണം എൻ്റെ ലൈഫും എല്ലാമായിട്ട് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്ന തലവരായിട്ട് നിൽക്കുന്നത്. അത് ചില ക്യാരക്ടർ എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫേ അങ്ങനെ ജീവിച്ചേക്കണം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഐ ആം ആൻ എൻ്റർടൈനർ, ഹാപ്പി ഗോ ലക്കി ഫെല്ലോ, പിന്നെ എല്ലാം ഡെയറിങ് ആയിട്ട് നിൽക്കുന്നത്. ഇത്തരം ക്യാരക്ടേഴ്സ് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അത് മാത്രമല്ല അത് എനിക്ക് നന്നായിട്ട് എൻ്റെ ബോഡിയിലുണ്ട്. അത് പിന്നെ ബെൽറ്റിലൊക്കെ അതെങ്ങനെ എനിക്കത് ഓർമ്മ തന്നെ. അത് കറക്റ്റ്, അത് ആ സമയത്ത് ഒരു തരംഗമായിട്ട് മാറി. അതിന്റെ എല്ലാ അല്ല അന്ന് അങ്ങനെയാണ്, റപ്പിലാണ് എല്ലാം എഴുതണേ. വേറെ ഈ പുസ്തകം കെട്ടിക്കിട്ടത് പോലെ റബ് ബുക്ക് ഒരു ബുക്കും വെച്ച്, അതാണ് നമ്മൾ വിദ്യാർത്ഥി എന്ന് പറയുന്നതിന്റെ ഒരു അടയാളം. അപ്പൊ അത് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച്, ബെൽറ്റിന്റെ ഉള്ളിലേക്ക് വെച്ച് നേരെ കാണാം. അപ്പൊ ബുക്ക് നേരെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു സാധനം ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ല ആ സമയം നമ്മൾ ഞാൻ സ്റ്റുഡൻസിന്റെ എനിക്ക് അങ്ങനെ 90% ഓഫ് സ്റ്റുഡൻസ് എൻ്റെ ഫാൻസ് ആയിരുന്നു. റോൾ മോഡൽ ആക്കിയ ഒരാളായിരുന്നു ഒരുപാട്. കാരണം ഒന്നാമത് ചുരുണ്ട മുടിയുള്ളവർ മുഴുവനും നമ്മുടെ അതേപോലെ തന്നെയാണ് നടന്നിരുന്നത്. അതേ വേഷവിധാനങ്ങളിലൂടെ എനിക്ക് ഒരുപാട് പേര് അതേ ഗെറ്റപ്പിൽ നടന്ന ചുരുണ്ട മുടിയുള്ളവരുണ്ട് ശരിക്കും. സിനിമയിൽ പക്ഷെ കുറവായിരുന്നു. ഞാൻ കൂടുതൽ തമിഴിൽ അഭിനയിച്ചത്. ഞാൻ തമിഴിലൂടെയാണല്ലോ വന്നത്. ഞാൻ അതെ
ഞാൻ എല്ലാവരും മദ്രാസിലായതുകൊണ്ട് ഞാൻ കൂടുതലും തമിഴ്, ഞാൻ മലയാളം കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഐ എൻജോയ്ഡ്, രണ്ട് തമിഴിലും ആയാലും മലയാളത്തിലായാലും. ഇപ്പം ഞാൻ മലയാളത്തിൽ വന്ന് ഇപ്പം ഈ ഇടുക്കി കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്.